നമസ്കാരം. എൻ്റെ നാട്ടിൽ സംഭവിച്ച ഒരു റിയൽ കേരള സ്റ്റോറി അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നുകയാണ്. ഒരു ഹിന്ദു ആയിട്ടുള്ള സ്ത്രീ മരിക്കുന്നു, ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു സിസ്റ്റർ സാക്ഷ്യം വഹിക്കുന്നു, മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി അന്ത്യകർമ്മങ്ങൾ ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളത് കാണണം. തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം പഞ്ചായത്തിൽ മേനംകുളം എന്ന സ്ഥലത്താണ് ഇന്നലെ ഈ അത്യപൂർവ കാഴ്ച നടന്നത്. രാഖി എന്നൊരു ഹിന്ദു സ്ത്രീ, ജാതിയും മതവും പറയേണ്ട കാര്യമല്ല, എന്നിരുന്നാലും ഈ ഒരു സംഭവത്തെ പറയാൻ വേണ്ടിയാണ് അക്കാര്യം പറയുന്നത്. ഈ മേനംകുളത്തിന് സമീപം ബെനഡിക്ട് മിന്നി എന്ന് പറയുന്ന ഒരു കാരുണ്യ സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ ഒരു ആതുരാലയമുണ്ട്. അവിടെ ഒരു അന്തേവാസിയായിരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ശേഷം അനാഥയായിരുന്നു. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ അവർ ഈ മേനംകുളത്തുള്ള ബെനഡിക്ട് മിന്നി എന്ന് പറയുന്ന ആ കാരുണ്യാലയത്തിലേക്ക് എത്തുകയായിരുന്നു. അവിടെ അന്തേവാസിയായി തുടരുന്ന സന്ദർഭത്തിലാണ് ഇവർക്ക് ക്യാൻസർ രോഗം ബാധിക്കുന്നത്. ക്യാൻസർ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇതിന് സമീപമുള്ള പുത്തൻതോപ്പ് CHSയിൽ വെച്ച് അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നതാണ്, അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ നടന്നതിനെക്കുറിച്ചുള്ള ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എൻ്റെ നാടിനെക്കുറിച്ച് ഓർത്തും ഒപ്പം കേരളത്തെക്കുറിച്ചും അഭിമാനം തോന്നിയ നിമിഷങ്ങളുണ്ടായത്. അതായത് ഈ അന്തേവാസിയായ രാഖി മരിക്കുന്നതിന് മുന്നോടിയായിട്ട് സിസ്റ്റർമാരോട് തൻ്റെ ഒരു ആഗ്രഹം പങ്കുവച്ചിരുന്നു. താൻ മരണപ്പെടുകയാണെങ്കിൽ തൻ്റെ സംസ്കാര ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകാരം നടത്തുക എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലാണ് മരണപ്പെട്ട ഉടനെ ഈ വിഷയം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പറായിട്ടുള്ള സഫീറിനെ അറിയിക്കുന്നത്. സഫീർ വരുന്നു. പിന്നീട് ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് ഈ കന്യാസ്ത്രീ മഠത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ കന്യാസ്ത്രീകൾ ഇങ്ങനൊരു ആഗ്രഹം സഫീറിനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള AH ഹഫീസും ഉണ്ടായിരുന്നു. പിന്നീട് മരണപ്പെട്ട ഒരു സ്ത്രീക്ക് അന്ത്യകർമ്മം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യത്വമുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? അതാണ് സഫീർ എന്ന കോൺഗ്രസിന്റെ പ്രദേശത്തെ വാർഡ് മെമ്പർ ചെയ്ത പ്രവർത്തനം. അദ്ദേഹം ഉടനടി തനിക്കറിയാവുന്ന രീതിയിൽ ഖദറെല്ലാം മാറ്റി വെള്ളം ഉണ്ടെടുത്ത് ചുവന്ന പട്ടും ചുറ്റി ഹിന്ദു ആചാരപ്രകാരം അവർ ആഗ്രഹിച്ച രീതിയിൽ അന്ത്യക്രിയകൾ ചെയ്യുകയായിരുന്നു. അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം.
കണ്ടല്ലോ, എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. അനാഥയാണ്. നമ്മുടെ നാട്ടിലെ ഈ മതങ്ങളുമായിട്ട് നടക്കുന്ന ചിലരുണ്ട്. അത് ഇപ്പോൾ ഈ സിസ്റ്റർമാരെ മാറ്റി നിർത്തിയിട്ട് പറയാൻ, ചിലർ അവരവരുടെ രാഷ്ട്രീയത്തിനും മറ്റു ചില താല്പര്യത്തിനും മതങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോൾ ഏത് മതത്തിലായിക്കോട്ടെ അതിൽ അനാഥരായി പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ സംരക്ഷിക്കാൻ ഇതുപോലുള്ള കുറച്ച് മനുഷ്യരെ കാണുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യനെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്നതിന്റെ തെളിവാണതും. സഫീർ എന്ന വ്യക്തി ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് താൻ ഒരു മുസൽമാനാണ്, ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്. അവരുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ തനിക്ക് അറിയാവുന്നത് പോലെ വായ്ക്കരിയിട്ട് കുടമുടച്ചു ആ ഒരു ഹിന്ദു ആചാരപ്രകാരം എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്താണ് ഒടുവിൽ രാഖിയുടെ ആ ശരീരം സംസ്കരിച്ചത്. എന്തായാലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കേരളം കൈയടിക്കേണ്ട കാഴ്ചയാണ്. അതിൽ രാഷ്ട്രീയമൊന്നും ചർച്ചയാക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്താലും സമൂഹത്തിന്റെ മുന്നിൽ അത് അറിയണം. ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. ഒരാളുടെ വിടവാങ്ങൽ ചടങ്ങാണെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ സന്ദർഭത്തിൽ അനാഥയായി എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ ഈ ഭൂമിയിൽ ജീവിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവർക്ക് അർഹിച്ച ഒരു യാത്രയപ്പ് കൊടുക്കാൻ വേണ്ടി മനുഷ്യരായി മാറിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ അവിടെ കണ്ടു. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഈ നാടിനെ അപകീർത്തിപ്പെടുത്താൻ, ഈ നാടിനെ മതപരമായി വേർതിരിക്കാനെല്ലാം ചില ക്ഷുദ്രജീവികൾ ശ്രമിക്കുമ്പോൾ അതല്ല, ഈ നാട്ടിലെ നല്ല മനസ്സുള്ള മനുഷ്യർ അവർ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയാണ് ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് ഇടപെടുന്നു, പച്ചയായ മനുഷ്യരായി സഹോദരങ്ങളായി ഓരോരുത്തരെയും പരിഗണിക്കുന്നു എന്നതിന്റെ കാഴ്ച കൂടിയാണ് ആ കണ്ടത്. ആ സൽപ്രവൃത്തി ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ബെനഡിക്ട് മിന്നി എന്ന കാരുണ്യാലയത്തിലെ സിസ്റ്റർമാരെയും ഒപ്പം വാർഡ് മെമ്പറായിട്ടുള്ള സഫീറിനെയും അതിനൊപ്പം നിന്ന് സഹായിച്ച കേരള കോൺഗ്രസ് നേതാവ് ഹഫീസിനെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഒരു ഹിന്ദുവിന് യാത്രാമൊഴി നൽകാനായിട്ട്, അവരുടെ ആഗ്രഹപ്രകാരമുള്ള അന്ത്യാചാരങ്ങൾ ചെയ്യാനായിട്ട് മറ്റു മതത്തിൽപ്പെട്ട മനുഷ്യർക്ക് യാതൊരു മടിയുമില്ല. അറിയാവുന്നതുപോലെ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ആ ആത്മാവിന് നിത്യശാന്തി കൊടുക്കാൻ തയ്യാറായവർക്ക് നമുക്ക് എണീറ്റ് നിന്ന് കൈയടിക്കണം, കൈകൂപ്പേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരികയാണ്.